ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള നല്ലൊരു ബോഡി ലോഷന് ഒരു 300-400 രൂപ റേഞ്ച് വരും അല്ലേ. ഒരു ബോഡി ലോഷൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും 50 വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ ആവശ്യമായിട്ട് വരുന്ന ഒരു സാധനമാണ്. 50 വയസ്സൊക്കെ കഴിയുന്ന സമയത്ത്, 50 അല്ല, ഒരു 40-45 വയസ്സ് കഴിയുന്ന സമയത്ത് തന്നെ നമ്മുടെ സ്കിന്നൊക്കെ വരണ്ടു പോവുകയും അതുപോലെ തന്നെ ചുളിവുകൾ വരികയും ചെയ്യും. നമ്മുടെ ശരീരം വരണ്ടു പോകുന്നതും അതുപോലെ തന്നെ ചുളിവുകളെ നിയന്ത്രിക്കാനും സഹായിക്കുന്ന ഒരു മോയ്സ്ചർ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ട് വരും. എന്നാൽ ഇത്തരത്തിലുള്ള ബോഡി ലോഷനൊക്കെ തീ പിടിച്ച ഒരു വിലയാണല്ലേ. ആ ഒരു കാരണം കൊണ്ട് തന്നെ നമ്മൾ ബോഡി ലോഷൻ വാങ്ങാൻ വേണ്ടിയിട്ട് മടിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റിയത്? അധികം ചിലവുകളൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ വീട്ടിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ബോഡി ലോഷൻസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. വെറും 2 ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് സൂപ്പർ ഒരു ബോഡി ലോഷൻ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അതിന് നമുക്ക് ആദ്യം ആവശ്യമായിട്ടുള്ളത് നമ്മുടെ പാലും അതുപോലെ തന്നെ വെളിച്ചെണ്ണയാണ് കേട്ടോ. വെറും 100 രൂപയ്ക്ക് താഴെ തന്നെ നമുക്ക് ഈ ബോഡി ലോഷൻ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് പറയുന്നു? ഇതിന് തയ്യാറാണോ? എങ്കിൽ നമുക്ക് വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. എങ്കിലും നിങ്ങൾക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുത്തു എന്ന് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോസും ടിപ്പൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ കുറച്ച് ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, വീഡിയോസൊക്കെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട്. പക്ഷെ കുറച്ച് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തുടർന്നും ഇതുപോലത്തുള്ള ടിപ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ ബോഡി ലോഷൻ എങ്ങനെ തയ്യാറാക്കി എടുക്കാം എന്ന് നമുക്ക് നോക്കാവേ. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നാണല്ലേ. അതുകൊണ്ട് നമ്മുടെ മുഖം പോലെ തന്നെ നമ്മുടെ ശരീരം മുഴുവൻ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ മുഖ സംരക്ഷണത്തിൽ ശ്രദ്ധ കൊടുക്കുമ്പോഴും മറന്നുപോകുന്ന ഒരു കാര്യമാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു 50 വയസ്സൊക്കെ കഴിയുമ്പോൾ നമ്മുടെ സ്കിൻ ടേൺ ഓവർ കുറയും. അതുകൊണ്ട് നമ്മുടെ സ്കിന്നിലെ സെൽസ് പുറത്തേക്ക് തള്ളിയിട്ട് പുതിയതുണ്ടാവുന്നത്, പുതിയ സ്കിൻ, അതായത് സ്കിന്നിലെ സെൽസ് ഉണ്ടാവുന്നത് അത് തടയാൻ വേണ്ടിയിട്ട് കാരണമാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് മങ്ങിപ്പോകുന്നതായിട്ടും അതുപോലെ തന്നെ തിളക്കം നഷ്ടപ്പെടുന്നതായിട്ടും തോന്നാം. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന സെബത്തിന്റെ പ്രൊഡക്ഷൻ കുറയുന്നത് കാരണം നമ്മുടെ സ്കിന്നിന് ആവശ്യമായിട്ടുള്ള ഈർപ്പം നഷ്ടമാവുകയും ചെയ്യും കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ കൈയുടെ ഈ ഭാഗം, പുറം ഭാഗം, അതുപോലെ തന്നെ കൈമുട്ട്, കാൽമുട്ട്, ഈ ഭാഗങ്ങളിലൊക്കെ സ്കിന്ന് വളരെയധികം ഡ്രൈ ആയി പോവുകയും നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നല്ല കട്ടി ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള അവസ്ഥകൾ തടയാനായിട്ട് നമ്മുടെ ശരീരത്തിൽ നല്ല രീതിയിൽ മോയ്സ്ചർ കൊടുക്കേണ്ട ആവശ്യമായിട്ട് വരും. കാരണം നമ്മുടെ പ്രായം കൂടുന്തോറും നമ്മുടെ സ്കിന്നിലെ സർഫസ്, അതായത് നമ്മുടെ സ്കിൻ മുഴുവനായിട്ടും റഫ് ആവുകയും അതുപോലെ തന്നെ ഡ്രൈനെസ് കൂടുകയും വളരെ ഡ്രൈ ആയി പോവുകയും പഴയ ഒരു സോഫ്റ്റ്നെസ് നഷ്ടപ്പെട്ടിട്ട് വളരെ ഹാർഡായി പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇത്തരം അവസ്ഥകളൊക്കെ മാറാനായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിലുള്ള 2 ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ഈ ബോഡി ലോഷൻ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ബോഡി ലോഷൻ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ആവശ്യമായിട്ടുള്ളത് കുറച്ച് പാലാണ് കേട്ടോ. എല്ലാവരുടെ വീട്ടിൽ പാലില്ലാത്ത വീടുണ്ടാകത്തില്ല. എല്ലാവരുടെ വീട്ടിലും പാല് കാണും. ഇല്ല എങ്കിൽ നമുക്ക് ഒരു കവർ പാല് മേടിച്ച് കഴിഞ്ഞാൽ, മിൽമയുടെ പാല് മേടിച്ച് കഴിഞ്ഞാൽ 28 രൂപയാകത്തുള്ളൂ. ആ ഒരു പാല് നമുക്ക് ഈ ഒരു ബോഡി ലോഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളൂ. നമ്മുടെ പാലെന്ന് പറയുന്നത് പണ്ടുകാലം മുതലേ സൗന്ദര്യ സംരക്ഷണത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ പാലല്ലേ. നമ്മൾ പാലൊക്കെ കാച്ചിട്ട് അതിൻ്റെ പാടയൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ മുഖത്തൊക്കെ നമ്മൾ ആ പാട ഉപയോഗിച്ചിട്ട് റബ്ബ് ചെയ്യാറുണ്ട്. അത് അങ്ങനെ നമുക്ക് മോയ്സ്ചർ നിലനിർത്താൻ സഹായിക്കും. അങ്ങനെ പണ്ടൊക്കെ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സാധനമാണ് നമ്മുടെ പാലെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൽ ധാരാളം ലാക്റ്റിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സ്കിന്നിലെ ഫൈൻ ലൈൻസും അതുപോലെ തന്നെ റിങ്കിൾസും സാഗിങ് ഒക്കെ തടയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ലാക്റ്റിക് ആസിഡ് എന്ന് പറയുന്നത്. ആ ലാക്റ്റിക് ആസിഡ് നമ്മുടെ പാലിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മോയ്സ്ചർ, ബോഡിയിലെ മോയ്സ്ചർ നിലനിർത്താനും നമ്മുടെ സ്കിന്നിനെ നല്ല സോഫ്റ്റ് ആക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. രണ്ടാമതായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് വെളിച്ചെണ്ണ, അതായത് കോക്കനട്ട് ഓയിൽ. ഇതിൽ ധാരാളം ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ചുളിവുകളെയും വരകളെയും കൺട്രോൾ ചെയ്ത് നമ്മുടെ സ്കിന്നിനെ നല്ല മോയ്സ്ചർ കണ്ടീഷനിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ഈ ലോഷൻ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അതിനായിട്ട് നമുക്ക് ആദ്യം എടുക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാലാണ്. ക്ലീൻ ആയിട്ടുള്ള ഒരു പാനിലേക്ക് 1/2 കപ്പ് പാലൊഴിക്കുക. അതിനോടൊപ്പം തന്നെ നമ്മൾ എത്ര ക്വാണ്ടിറ്റിയിലാണോ പാലെടുക്കുന്നത് ആ ക്വാണ്ടിറ്റിയിൽ തന്നെ വെളിച്ചെണ്ണ എടുക്കുക. അതിനുശേഷം സ്റ്റൗവ് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഈ പാലിനെയും വെളിച്ചെണ്ണയും നല്ലവണ്ണം ചൂടാക്കി എടുക്കാം. നല്ലവണ്ണം മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും
ഇത് നമ്മുടെ പാലിൽ നിന്ന് ഈ വെളിച്ചെണ്ണ സെപ്പറേറ്റ് ആയി കിട്ടും. അതായത് പാലിൻ്റെ ആ അംശമെല്ലാം താഴെ അടിഞ്ഞിട്ട് വെളിച്ചെണ്ണ മുകളിൽ വരും. വെളിച്ചെണ്ണ നമ്മൾ എത്രയാണോ ആഡ് ചെയ്ത് ആ ക്വാണ്ടിറ്റി തന്നെ കാണും. പക്ഷെ പാലെന്ന് പറയുന്നത് നമ്മുടെ എത്രയാണോ ആഡ് ചെയ്തത് അതിൻ്റെ പകുതി ക്വാണ്ടിറ്റി മാത്രമേ കാണത്തുള്ളൂ. അത് ചെറിയ ചെറിയ തരി പോലെ കിടക്കുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമ്മൾ അങ്ങനെ തരി കിടക്കുന്ന സമയത്ത് ഈ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഇത് ഒരു മിക്സിയുടെ ജാറിലേക്കാക്കി നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാം. ഈ അരച്ചെടുക്കുന്ന സമയത്ത് ഇത് നമുക്കൊരു വെള്ളം പോലെയാണ് നമുക്കത് കിട്ടുന്നത് കേട്ടോ. ഇത് നമ്മൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാൻ വയ്ക്കുന്ന സമയത്ത് ഈ ക്രീം രൂപത്തിലുള്ള ഭാഗം താഴെ അടിഭാഗത്ത് അടിഞ്ഞിരിക്കും. ആ അടിഞ്ഞ ഭാഗത്തിനെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിലും കൂടി ആഡ് ചെയ്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നല്ലൊരു ക്രീമി ടെക്സ്ചറിലേക്ക് വരും കേട്ടോ. ഇനി എന്തെങ്കിലും മണം നമുക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും എസൻഷ്യൽ ഓയിൽ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഒരു എസൻഷ്യൽ ഓയിലും മണമൊന്നും ആവശ്യമില്ല എങ്കിൽ നമുക്ക് എസൻഷ്യൽ ഓയിലൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തന്നെ നമുക്കിത് ബോഡിയിലേക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെച്ചതിന് ശേഷം ഒരു മാസം വരെ നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുമേ. അപ്പോൾ നമ്മുടെ ബോഡി, അതായത് നമ്മുടെ സ്കിന്നിന് നല്ല മോയ്സ്ചർ കണ്ടീഷനിൽ നിലനിർത്താനും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ്നെസ് കിട്ടാനും ഡ്രൈനെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൂപ്പർ ബോഡി ലോഷനാണ് ഇന്ന് പരിചയപ്പെട്ടത് അല്ലേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ പുറത്ത് പോയി വില കൂടിയ പ്രോഡക്റ്റൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാളും ഭേദം 100 രൂപയ്ക്കകത്ത് നമുക്ക് വീട്ടിൽ തന്നെ ഈ വെറും 2 ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ബോഡി ലോഷൻ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് വല്ലാണ്ട് വരണ്ടു പോയി നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന 100% നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഉള്ള ഒരു ബോഡി ലോഷനാണ് ഇത്. അപ്പോൾ ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. നമുക്ക് പുതിയൊരു ടിപ്പുമായിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.